ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. ഇത് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഒരു വ്ളോഗ് അല്ല കേട്ടോ. ഞങ്ങൾ ചെന്നൈക്ക് വരുന്നതിന് മുമ്പ് 1.5 വർഷം മലപ്പുറത്ത് കോട്ടയ്ക്കൽ താമസിച്ചിരുന്നു. ജിജു അവിടെ ജസ്റ്റ് ആയാലും മലപ്പുറം സെയിൽസ് ഹെഡ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ജിജുവിൻ്റെ ഒരു കൊളീഗിൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ കുഞ്ചൂസിൻ്റെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തതുകൊണ്ട് പോകാൻ പറ്റി. ബർത്ത്ഡേ ഫംഗ്ഷൻ എടപ്പാളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നെയ്ബേഴ്സിനെയും ഓണറിനെയും ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. മണ്ണാർക്കാട് നിന്ന് കോട്ടയ്ക്കലേക്ക് പോകുന്ന വഴിയാണിത്. മുമ്പൊക്കെ ഞാൻ ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, കയറിയിട്ടില്ലായിരുന്നു. എന്തായാലും ഫംഗ്ഷൻ 6 മണിക്കായതുകൊണ്ടും ടൈം ഉള്ളതുകൊണ്ടും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഇത് സ്ഥലം തൊടുകാപ്പക്കുന്ന് എക്കോ ടൂറിസം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു തൊടുകാപ്പക്കുന്ന് എക്കോ ടൂറിസത്തിൽ അഡൽട്സിന് 40 രൂപയും 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി ഫീ. ഗേറ്റ് കടന്നുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായി കാണുന്നത് ഒരു ഷോപ്പാണ്. അവിടെ റോഡ് സൈഡിൽ ബോർഡിൽ കുറേ സാധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയി നോക്കിയപ്പോൾ അതിലുള്ള 3-4 സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായി നമുക്കൊരു പാത്ത് കാണാം. അവിടെ നാച്ചർ വാക്ക് 2 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതിലേ നടന്നു പോകാം. കുഞ്ചൂസിന് അവിടെ കളിക്കാൻ കുറച്ച് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ആദ്യം അവിടേക്ക് പോയി. ഈ വെച്ചിരിക്കുന്ന ബോർഡിൽ കൊടുത്തത് പ്രകാരം ആ ബോർഡിലുള്ള പക്ഷികൾ, മരങ്ങൾ, ബട്ടർഫ്ലൈസ് ഒക്കെ ആ ഒരു പാർക്കിലുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കുഞ്ചൂസ് വേഗം പോയി ആദ്യം കണ്ട ഈ ഒരു റൈഡിൽ കയറി. അവനത് തള്ളിക്കൊടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ തള്ളിക്കൊടുത്തത് കൊണ്ടാട്ടോ ഈ സ്പീഡ്. നിങ്ങൾ ഉദ്ദേശിച്ച തള്ളല്ല, ഇത് കൈ കൊണ്ടുള്ള ആ ഒരു തള്ളാണേ. അതിനുശേഷം അടുത്തതായി അവിടെ ഒരു സീസോ ഉണ്ടായിരുന്നു. നോർമലി ഇതുപോലെ ഏതെങ്കിലും പാർക്കിൽ പോയാൽ ഒരു സൈഡിൽ അവനിരിക്കും, മറ്റേ സൈഡ് ഈജ് കൈ കൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കും. എനിക്കിത് കണ്ടപ്പോൾ മുമ്പൊക്കെ വെള്ളം ഇതുപോലെ ഒരു സംഭവം പൊക്കുമ്പോൾ വെള്ളം എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെയാണ് തോന്നിയത്. ഇത് കഴിഞ്ഞ ശേഷം ഈ ഒരു റൈഡിൽ കയറാൻ പോയെങ്കിലും ധൈര്യം കുറച്ച് കൂടുതലായതുകൊണ്ട് 2 കയറിയ ശേഷം അതേ സ്പീഡിൽ തിരിച്ചിറങ്ങി. അതിനുശേഷം ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അവിടെയുള്ള ഈ റൈഡ്സിലെല്ലാം തന്നെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ മാത്രമാണെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാലിലും ധൈര്യ കൂടുതൽ കാരണം അധികം കളിച്ചില്ല. ഈ കാണുന്നത് ബാംബൂസ് വളച്ചു വെച്ചിരിക്കുന്നതാണ്. അവിടെ ബാംബു മരങ്ങൾ കൂടുതലുള്ളതായിട്ട് തോന്നി. ഈ ബാംബൂസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്കൊന്നും കയറി നോക്കിയില്ല. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടാണെന്ന് തോന്നുന്നു ഒരു താർപ്പായ വിരിച്ച് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെയായി കുറച്ച് ടേബിൾസും ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സമയം കുഞ്ചൂസ് അവിടെ സ്ലൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഏത് പാർക്കിൽ പോയാലും അവൻ്റെ ഫേവറേറ്റ് ആണ് ഈ സ്ലൈഡ് എന്ന് പറയുന്നത്. പിന്നെ വേറെ പാർക്കുകളിലൊന്നും കാണാത്ത ഒരു റൈഡ് കൂടെ ഉണ്ടായിരുന്നു. 2 സൈഡുകളിലായി 2 കമ്പികൾ പിടിക്കാനും മിഡിലായി ഒരു വലിയ പൈപ്പ് പോലെയുള്ള ഒരു ഇരുമ്പിന്റെ സാധനം. കമ്പി പിടിച്ച് അതിൽ ചവിട്ടുമ്പോൾ അത് മൂവ് ആവുന്നതിനനുസരിച്ച് നമ്മൾ കാല് പൊക്കിയോ ചവിട്ടിക്കൊണ്ടേ ഇരിക്കണം. അത് ഞാൻ ഇതുവരെ വേറെ പാർക്കിലൊന്നും കണ്ടിട്ടില്ല. കുഞ്ചൂസ് അതിൻ്റെ അടുത്ത് പോയി നിന്നതല്ലാതെ കയറിയില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നു. ആക്ച്വലി പുതിയ ഫോൺ വാങ്ങിയ ശേഷം ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടുള്ള ചെറിയൊരു ഷോ കാണിക്കലായിരുന്നു. ലാസ്റ്റ് ഈ റൈഡ് അവന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒന്നുകൂടെ അതിൽ കയറി. അതിനുശേഷം എൻ്റർ ചെയ്ത ടൈമിൽ ഞാനൊരു പാത്ത് കാണിച്ചില്ല, നാച്ചർ വാക്ക് എന്ന് എഴുതിയിട്ടുള്ളത്. അതിലേ പോയി നോക്കാമെന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാംബൂസ് ആണ് ഇവിടെ കൂടുതലായും കാണുന്നത്. അവന് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നറിയാം, അതുകൊണ്ട് വന്ന് പറഞ്ഞതാ. അല്ലാതെ ഞാൻ പോയി പറയാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൊതുക് ശല്യം നല്ല കൂടുതലായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ തന്നെ കയ്യിൽ വന്നിരിക്കും. കയ്യിലും കാലിലും ഒക്കെ ഭയങ്കര കൊതുക് കടിയായിരുന്നു. അതും കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലുള്ള ടൈപ്പ്, ഒരു ചെറിയ ടൈപ്പ് കൊതുകുകളില്ലേ, അതാണ് അവിടെ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ഈ നടന്നു പോകുന്ന പാത്തിൻ്റെ 2 സൈഡിലും കാടാണ്. അതുകൊണ്ട് തന്നെ ആ പാത്തിലൂടെ അല്ലാതെ നടക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു
പാർക്കിൽ കാണുന്ന ജീവികളുടെയൊക്കെ ഫോട്ടോസ്. ഇത് അതിലുണ്ടോയെന്നറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലം ആയാൽ കാണുന്ന ഒരു തരം ജീവിയാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഞങ്ങളവിടെ ഒരു കുളം പോലെ കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ പോയി നോക്കിയതാ. പക്ഷെ അത് നല്ല വെള്ളമായിരുന്നില്ല. ഇത് കാരണമൊക്കെ ആകും ഇത്രയും കൊതുക് ഉണ്ടാകാനും കാരണം. കണ്ടില്ലേ, ഫുൾ മരങ്ങളാണ്. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളമൊന്നുമല്ല. റോഡിന്റെ ഇത്രയും അടുത്തായി ഇങ്ങനെ ഒരു കാട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ. കുഞ്ചൂസിന് കുറച്ചധികം സ്ഥലം കിട്ടി അപ്പോൾ ഓട്ടം തുടങ്ങും. കുറേ നടക്കാനുള്ളത് കൊണ്ട് തന്നെ അവൻ ഹാപ്പി ആയിരുന്നു. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഇതുപോലെ അവിടെ അവിടെയായി വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും കാടായതുകൊണ്ട് ട്രാക്ക് പാത്ത് വിട്ട് ഉൾക്കാട്ടിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷികളുടെ സൗണ്ട് കേൾക്കായിരുന്നെങ്കിലും പ്രത്യേകതകളുള്ള ഒന്നിനെ അവിടെ കണ്ടില്ല. കുഞ്ചൂസ് ഓടി ഫ്രണ്ടിൽ പോയെങ്കിലും ഇവിടെ എത്തിയപ്പോൾ അവന് പേടിച്ചിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വന്നു. ഇവിടെ ഇതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഇതുപോലെ കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാകും. കുട്ടികൾക്ക് കുറച്ച് റൈഡുകളുണ്ട്. അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ആതിര. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് കണ്ടും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. ഇടയ്ക്ക് ഞാനും കുഞ്ചൂസും ഒന്ന് പോസ് ചെയ്തു. കുറെ നടന്നപ്പോൾ ഒരു മരം ഇതുപോലെ ചാഞ്ഞ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ കുഞ്ചൂസ് അതിലൊന്ന് തൂങ്ങിയാടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് നടന്നില്ല. ലാസ്റ്റ് ഞാൻ എടുത്ത് പൊക്കി കൊടുത്തെങ്കിലും അവന് തൂങ്ങിക്കിടക്കാൻ പറ്റിയില്ല. ഈ നടന്ന് കൊതുകടി കൊള്ളുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നു. കുഞ്ചൂസിന് ഇനിയും നടക്കണം എന്നുണ്ടായിരുന്നു. ഫംഗ്ഷൻ ഈവനിങ് ആയതുകൊണ്ട് അന്ന് തന്നെ തിരിച്ചുപോക്ക് നടക്കില്ലെന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ എടപ്പാളിൽ റൂം എടുത്തിരുന്നു. റൂമിലെത്തി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം ഞങ്ങൾ ഫംഗ്ഷന് പോയി. അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ റൂമിൽ കുടയൊക്കെ കണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.